വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഖത്തറിലെ അൽബിദ പാർക്കിലാണ്. ഇവിടെ വ്യത്യസ്തമായ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഞാൻ എത്തിയിട്ടുള്ളത്. വിൻറ്റേജ് വാഹനങ്ങൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. വിൻറ്റേജ് സൈക്കിളുകൾ കണ്ടാലോ? എന്നാൽ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. ഈ കാണുന്നതാണ് അവിടേക്കുള്ള എൻട്രൻസ്. ഷീഷോറാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ചിട്ടുള്ളത്. ഒരുപാട് കാലം പഴക്കമുള്ള, അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് സൈക്കിളിൻ്റെ ആവിർഭവം തുടക്കം കുറിക്കുന്നത്. അന്ന് മുതലുള്ള ഈ ഒരു 2024 വരെ എത്തി നിൽക്കുന്ന സൈക്കിളുകളുടെ ഒരു മഹാപ്രപഞ്ചം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ പഴയ കാലത്ത് ഏതെല്ലാം രീതിയിലുള്ള മരത്തടികൾ, അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന വ്യത്യസ്തമായ ആശ്ചര്യം നിർത്തുന്ന രീതിയിലുള്ള ഒരുപാട് സൈക്കിളുകളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ പല സിനിമകളിലും, ബോളിവുഡ് സിനിമകളിലും ഹോളിവുഡ് സിനിമകളിലും വ്യത്യസ്ത ഭാഷാ സിനിമകളിലൊക്കെ നമ്മൾ കണ്ട പല സൈക്കിളുകളും ഇവിടെ ഈ ഒരു പ്രദർശനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു എന്നത് നമ്മളിൽ ഏവരിലും ആശ്ചര്യം ഉളവാക്കുന്നതാണ്. നമ്മൾ ഈ കാണുന്ന സൈക്കിളുകളൊക്കെ എത്രത്തോളം ഭംഗിയാർന്ന രീതിയിലാണ് ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്. അതും പല രാജ്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് ഇവിടെ എത്തിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രയത്നം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. 1817 ജർമ്മനിയിലാണ് ആദ്യമായി സൈക്കിളിൻ്റെ ഒരു ആവിർഭവം തുടക്കുന്നത്. അന്ന് മുതൽ ആ ഒരു ജർമ്മനിയിൽ അന്ന് നിർമ്മിച്ച ആ ഒരു സൈക്കിൾ മുതൽ ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെ മോഡലിലുള്ള സൈക്കിൾ വരെ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. 1860 ഫ്രാൻസിലാണ് സൈക്കിൾ പിന്നെ പ്രായോഗികവൽക്കരിക്കപ്പെട്ടത്. ആദ്യകാലങ്ങളിൽ സൈക്കിൾ നിർമ്മിച്ചപ്പോൾ അതിന് ഇന്ന് കാണുന്ന സൈക്കിളെ പോലെയല്ല, പക്ഷേ അതിൻ്റെ ഒരു മോഡലും ഒരു പ്രതിശീർഷ രൂപം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് പ്രായോഗികവൽക്കരിക്കപ്പെട്ടത് 1860 നമ്മൾ ഈ കാണുന്ന സൈക്കിള് CID മൂസ എന്ന് പറയുന്ന സിനിമയിൽ ഉപയോഗിച്ച സൈക്കിള് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അത് നമ്മോട് പറഞ്ഞത് ആ സൈക്കിളാണ് എന്നാണെന്ന്. പക്ഷേ പല ഇതിലും നമുക്ക് മനസ്സിലാക്കിയത് ഈ സൈക്കിളിനെ പോലെ നമ്മുടെ കേരളത്തിൽ ആരോ നിർമ്മിച്ച് നൽകിയതാണെന്ന്. ഇതും നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരുപാട് വിൻറ്റേജ് സൈക്കിളുകൾ ഇത് പല രാജ്യത്തു നിന്നും ഇറക്കുമതി ചെയ്തതാണ്. അതുപോലെ തന്നെ പല രാജ്യത്തും ഉപയോഗിച്ച, ഓരോ കാലഘട്ടത്തിൽ ഉപയോഗിച്ച സൈക്കിളുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു കാഴ്ച പക്ഷേ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം പല രാജ്യത്തു നിന്നും ഇറക്കുമതി ചെയ്ത ഈ ഒരു വിൻറ്റേജ് സൈക്കിളുകൾ ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് അത് ഒരു ആശ്ചര്യം ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. ലക്ഷങ്ങളും കോടികളും ഇന്ന് മാർക്കറ്റ് വിലയുള്ള ഓരോ സൈക്കിളുകളുമാണ് നമ്മൾ ഈ കാണുന്നത്. ഓരോ കാലഘട്ടത്തിലും രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന, അവർ രാജകീയ പ്രൗഢികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്ന വ്യത്യസ്ത രീതിയിലുള്ള സൈക്കിളുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിവിടെ കണ്ട വുഡൻ സൈക്കിളുകൾ അത് 1817 മുതൽ 1819 ആ ഒരു കാലഘട്ടത്തിലായിരുന്നു വുഡൻ സൈക്കിളുകൾ. അതായത് ഇന്ന് ഉപയോഗിക്കുന്ന മെറ്റൽ, അതുപോലെ തന്നെ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് പകരം അന്ന് മരത്തടികളായിരുന്നു ഉപയോഗിച്ച് സൈക്കിൾ നിർമ്മിച്ചിരുന്നത്. നമുക്ക് ആ സൈക്കിളുകളൊക്കെ ഇവിടെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ 1885 മുതലാണ് നോർമൽ ലെവലിലുള്ളൊരു സൈക്കിള്, സാധാരണ നമ്മളിന്ന് നാട്ടിൽ ഉപയോഗിക്കുന്ന സൈക്കിളുകൾ പ്രായോഗികവൽക്കരിക്കപ്പെട്ടത്. പിന്നെ 1889 സ്ത്രീകൾക്ക് ആവശ്യമായ ലേഡീസ് സൈക്കിളുകൾ അന്നാണ് ആ ഒരു കാലഘട്ടത്തിൻ്റെ രൂപകൽപ്പനയിലൂടെ മാത്രമാണ് പിറവിയെടുത്തത്. അതുപോലെ തന്നെ ഒരുപാട് രാജാക്കന്മാർ രാജകീയ പ്രൗഢികൾക്ക് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന രാജാക്കന്മാരെ സ്വീകരിക്കാൻ ഇന്നത്തെ പോലെ അന്ന് വാഹനങ്ങൾ കുറവായത് കൊണ്ട് തന്നെ സൈക്കിളുകളായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. ഇന്ന് കാണുന്ന പല കാറുകളും അന്നത്തെ സൈക്കിളുകളുടെ രൂപത്തിൽ ആയി നമുക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം. അതുതന്നെയാണ് ആ ഒരു സൈക്കിൾ രൂപത്തിലുള്ള കാറുകൾ. അന്നത്തെ ഈ ഒരു ഡിസൈനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പല കാറുകളുടെയും ഡിസൈനുകൾ രൂപവൽക്കരിച്ചു എന്നതൊക്കെ നമുക്ക് ഈ ഒരു പ്രദർശനത്തിലൂടെ അറിയാൻ സാധിച്ചു.
അതുപോലെ തന്നെ ഇത്രയും ഹൈറ്റുള്ള സൈക്കിളുകളൊക്കെ എങ്ങനെ ആയിരുന്നു അന്നത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ നമുക്ക് ഏവരിലും ഒരു ആശ്ചര്യമുളവാക്കും. എത്രത്തോളം ഭംഗിയാർന്ന രീതിയിലാണ് സീഷോർ ഈ ഒരു രാജ്യങ്ങളിൽ നിന്നെല്ലാം അത്തരത്തിലുള്ള വിൻറ്റേജ് സൈക്കിളുകൾ ഇവിടെ കളക്ട് ചെയ്ത് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ സൈക്കിൾ പ്രേമികൾക്കൊക്കെ ഇത് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു കാഴ്ചയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങളിലും വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നത്. ഈ ഒരു സൈക്കിള് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇന്നത്തെ ബൈക്കുകളെ വെല്ലുന്ന രീതിയിലുള്ള സൈക്കിളുകളാണ്. ഈ ഒരു പ്രദർശനം കണ്ട് നിങ്ങളിലുണ്ടായ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.